ലോക്സഭാ സ്പീക്കറെ ഇന്ന് തെരഞ്ഞെടുക്കും. രാവിലെ 11 മണിക്കാണ് തെരഞ്ഞെടുപ്പ്. NDAയ്ക്കായി ഓം ബിർളയും ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും. വിവരങ്ങളുമായി ശരത് കെ ശശി ചേരുന്നുണ്ട്. ശരത്, 5 പതിറ്റാണ്ടിന് ശേഷം ഇതാദ്യമായാണല്ലോ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുന്നത്. അതെ, തീർച്ചയായും അതുല്യ. 1976 ശേഷം ഇതാദ്യമായി ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പിന് ഇന്ന് കളമൊരുങ്ങിയിരിക്കുകയാണ്. രാവിലെ 11 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി കൊടിക്കുന്നിൽ സുരേഷും NDA സ്ഥാനാർത്ഥിയായി 17ാം ലോക്സഭയുടെ സ്പീക്കറായി പ്രവർത്തിച്ച ഓം ബിർളയുമാണ് മത്സര രംഗത്ത് ഉള്ളത്. നിലവിലെ അംഗസംഖ്യ വെച്ച് നോക്കുമ്പോൾ NDAയ്ക്ക് അവരുടെ സ്ഥാനാർത്ഥിയായ ഓം ബിർളയെ എളുപ്പത്തിൽ തന്നെ വിജയിപ്പിക്കാൻ വേണ്ടി പറ്റും. 293 പേരാണ് NDAയ്ക്ക് ഉള്ളത്. അതേസമയം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം 234 പേരുടെ പിന്തുണ മാത്രമാണ് ഉള്ളത്. ആ ഒരു സാഹചര്യത്തിൽ NDA സഖ്യത്തിന്റെ വിജയം ഉറപ്പാണ്. ഓം ബിർള വീണ്ടും സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യം വ്യക്തമാണ്. എങ്കിലും പ്രതിപക്ഷം ഈ ഒരു മത്സരത്തിലൂടെ കൃത്യമായി ഭരണപക്ഷത്തിനൊരു സന്ദേശം നൽകാൻ ശ്രമിക്കുകയാണ്. നേരത്തെയൊക്കെ തന്നെ ഏകകണ്ഠമായി സ്പീക്കറെ തെരഞ്ഞെടുക്കുന്ന ഒരു കീഴ്വഴക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണ അതിൽ നിന്ന് വിപരീതമായി പ്രതിപക്ഷം മത്സരിക്കാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകിയില്ല എന്നുള്ളത് കൊണ്ടാണ്. ജയമോ പരാജയമോ അല്ല, അതിനും അപ്പുറത്തേക്ക് പാർലമെന്ററി മര്യാദകൾ ലംഘിക്കുന്ന സമീപനം BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ അത് സ്വീകാര്യമല്ല എന്ന സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നതാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരു മുന്നണികളിലും ഇല്ലാത്ത YSR കോൺഗ്രസ് NDA സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. 11 മണിക്ക് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്ന് ലോക്സഭയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇന്നലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പ്രോട്ടേം സ്പീക്കർക്ക് രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു കത്ത് നൽകിയിരുന്നു. ഇത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം ഇന്ന് സഭയിൽ ഉണ്ടാവുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ 2014-ലും 2019-ലും നിന്നും വ്യത്യസ്തമായി കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനം അവകാശപ്പെടാനുള്ള അംഗസംഖ്യ ഉണ്ട്. 54 അംഗങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പാർട്ടിക്ക് പ്രതിപക്ഷ നേതൃപദവി അവകാശപ്പെടാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ 2014-19 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് അത്രയും അംഗസംഖ്യ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവർക്ക് അർഹതപ്പെട്ട പ്രതിപക്ഷ നേതൃപദവി ആവശ്യപ്പെടുന്നു. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേർന്ന ഘട്ടത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ള കാര്യം ഏറെക്കുറെ വ്യക്തമായിരുന്നു. പ്രവർത്തക സമിതി യോഗത്തിന്റെ പൊതുവികാരം രാഹുൽ പ്രതിപക്ഷ നേതൃപദവി ഏറ്റെടുക്കണം എന്നുള്ളതായിരുന്നു. ഇന്നലെ ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായ സ്ഥിരീകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് സഭ പിരിയും. നാളെ വീണ്ടും സഭ സമ്മേളിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സിറ്റിംഗ് ആയിരിക്കും. ആ സംയുക്ത സിറ്റിംഗിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരു സഭകളെയും അഭിസംബോധന ചെയ്യുകയും ചെയ്യും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് 11 മണിക്ക് ലോക്സഭയിൽ നടക്കും. നിലവിലെ അംഗബലം അനുസരിച്ച് NDA സ്ഥാനാർത്ഥി ഓം ബിർള തന്നെ സ്പീക്കറാകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. എങ്കിലും പ്രതിപക്ഷത്തെ പ്രതികരിച്ച് കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കുന്നുണ്ട്.